ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ പ്രവർത്തക, രാഷ്ട്രീയം, സാഹിത്യകാരി, അഭിനേത്രി എന്നീ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ ജയശ്രീ ഗോപാലകൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം. നിരവധി അവാർഡുകൾ നേടിയ അപ്പുവിൻ്റെ ഒഴിവുകാലം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നും കൂടിയാണ്. ഒരു നല്ല മെസ്സേജ് കൺവേ ചെയ്തിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതും ഒരു സിനിമാറ്റിക് രീതിയിലാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങും എല്ലാം ചെയ്തിരുന്നത്. മേഡം, അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പറയാം. തികച്ചും ഒരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് എടുത്തൊന്നുമല്ല. ഒരു വെക്കേഷന് കൊച്ചുമോൻ അബുദാബിയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. അവനെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു പാട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതിന് മുന്നത്തെ വർഷം വന്നപ്പോഴും അവനെ കൊണ്ടൊരു പാട്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ തന്നെ എഴുതി, മോൻ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് ഒരു 1 lakh മേളിൽ അതിൻ്റെ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പം ഞാനത് എൻ്റെ ഒരു അടുത്ത നമ്മുടെ വിനു കിരിയത്ത്, ബാലു കിരിയത്ത്, അവർ ഫാമിലിയായിട്ട് ഞാൻ നല്ല അടുപ്പമാണ്. അങ്ങനെ ഞാൻ വിനുവിനോട് സംസാരിച്ചു, ഇങ്ങനെ മാധവ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ പറഞ്ഞു, ചേച്ചി എന്നാൽ പിന്നെ നമുക്കൊരു ഷോർട്ട് ഫിലിം തന്നെ ആയാലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു, ചേച്ചി എന്നൊരു മെസ്സേജ് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ഇത് കൊടുത്തു. കുട്ടികളെല്ലാം ഇപ്പോൾ നമ്മൾ കൂടുതലും വീഡിയോ അഡിക്റ്റ് ആണല്ലോ, വീഡിയോ അല്ല മൊബൈൽ. അപ്പോൾ അത് പിന്നൊന്നല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികളുടെ ഈ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അവരെ മാറി വീട്ടിൽ നിന്നൊക്കെ അകന്ന് മാറി ചിന്തിച്ച് കുട്ടികളുടെ ആ ഒരു പോക്ക്, അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഇപ്പോൾ ഡ്രഗ്സ് അഡിക്റ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം MDMA, അങ്ങനെ പല സംഭവങ്ങളിലോട്ട് കുട്ടികൾ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാധാകൃഷ്ണൻ മംഗലത്തെന്ന് പറയുന്ന സകുടുംബം ശ്യാമള ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹമായിട്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ ഒരു ആഴ്ച കൊണ്ടാണ് അത്ര ഒരു ഇത് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എൻ്റെ മോനൊക്കെ വന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു പിക്നിക്കിനൊക്കെ പോയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവർ നാളെ ഷൂട്ട് ചെയ്യണം, റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നാണ് ഷൂട്ട് ചെയ്തതും ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നതും ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യത്തെ 1-2 ഷോട്ട് എനിക്കൊരു ഇതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല നമുക്ക് തന്നെ. മീൻസ് ടുവേർഡ്സ് ആ ക്ലൈമാക്സ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചുമോനും ഇതേപോലെ നേരത്തെ ഇല്ല, അവൻ്റെ ഫസ്റ്റ് പിന്നെ അവൻ ആ പാട്ട് ചെയ്തു. അതിൽ പിന്നെ വലിയ അഭിനയമില്ല, കൂടെ പാടി ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ പക്ഷെ അവനധികം ടേക്കൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ കരച്ചിലൊക്കെ ഭയങ്കര മേ ബി അമ്മമ്മയും കൊച്ചുമ്മേനും ചിലപ്പോൾ അത് ഒറിജിനലും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഇത്ര അത് കണക്ഷൻ പെട്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനൊന്നും അല്ലാതെ തീരുമാനിച്ചിരുന്നത്. വെറുതെ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ തീരുമാനിച്ചെടുത്തിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് നമുക്കും തോന്നി, അത് നമ്മൾ മാത്രം കണ്ടാൽ പോരാ, കുറച്ച് ഓഡിയൻസ് അത് കാണണം, കാരണം നല്ല മെസ്സേജാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കലാഭവൻ തിയേറ്റർ എടുത്തിട്ട് ഒരു ദിവസം ഫുള്ള് ആളായിരുന്നു. തുടക്കത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സങ്കടം വന്ന് അങ്ങനെ ഗെയിൻ ചെയ്യുന്നത്, പക്ഷെ അത് നേരെ സ്വിച്ച് ചെയ്ത് ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഷോർട്ട് ഫിലിം ഒന്ന് വ്യൂ ചെയ്യുക. കാര്യം നല്ല ഒരു മെസ്സേജാണ് അതിൽ കൂടെ കൺവേ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും അത് ഞങ്ങളൊരു ലയൺസിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒക്കെ ഒരു പ്രോജക്റ്റായിട്ട് ഇപ്പോൾ ഏറ്റെടുത്തിട്ട് കുറേ സ്കൂളുകളിൽ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് സ്കൂളുകളിൽ കാണിക്കാനുള്ളൊരു അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട്. അതെ അതെ, മീൻസ് അത് യൂസ് ചെയ്യരുന്ന് മാത്രമല്ല, യൂസ് ചെയ്യാതെ എന്തൊക്കെ വേറെ പോസിറ്റീവായിട്ട് കാണിക്കാനൂടെ അതിൽ പറയുന്നുണ്ട്. പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള കൗൺസിൽ ഓഫ് ലയൺ ലേഡീസിന്റെ പ്രസിഡന്റും കൂടിയാണ് മാം. അപ്പോൾ മാഡം എന്നാണ് ഈ ലയൺസ് ക്ലബിലേക്ക് വരുന്നതും ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ ലയൺസ് ക്ലബിൽ വന്നിട്ട് 14 വർഷത്തോളം ആകുന്നു. ആദ്യകാലങ്ങളിലൊന്നും ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. സമയക്കുറവ് കൊണ്ട് തന്നെയാണ് ആക്റ്റീവ് ആകാതിരുന്നത്. ഇപ്പോൾ 2-3 വർഷം മുമ്പേ ക്ലബിൻ്റെ പ്രസിഡൻ്റായി. അപ്പോൾ അതെനിക്കൊരു കൂടുതൽ വർക്ക് ചെയ്യാനും പിന്നെ ലേഡീസിൻ്റെ കൂടെ കൂടുതൽ ഓരോ പ്രോഗ്രാംസും ഇങ്ങനെ എനിക്ക് ലയൺസത്തിൽ കൂടുതലൊരു അട്രാക്ഷൻ തോന്നുന്ന ചാരിറ്റി തന്നെയാണ്.
മെയിനായിട്ടുള്ള ചാരിറ്റി. പിന്നെ നമ്മുടെ ഒരു എന്തും നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു ഫ്രീഡം. മറ്റുള്ള ഒരു സംഘടനയിലൊക്കെ വരുമ്പോൾ അതിനൊരു ചട്ടക്കൂടിൽ നമ്മൾ ചിലപ്പോൾ ഒരു വിമർശനം അല്ലെങ്കിൽ ഇപ്പോൾ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്രീ ആണ് എല്ലാവരും. നമ്മൾ എന്ത് ചെയ്യലും നമ്മുടെ ഇഷ്ടത്തിന് അതൊരു നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും നമുക്കെല്ലാം ചെയ്യാനും നമ്മുടെ വേദി, പിന്നെ ഇഷ്ടംപോലെ ചാരിറ്റി അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ലാൻസം ഇൻ്റർനാഷണൽ പറയുന്നത് തന്നെ 8 ഗ്ലോബൽ കോസസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലൈഫ് സ്റ്റൈൽ ഡയബറ്റീസ് വരും, കുട്ടികളുടെ സൈറ്റ് വരും, പിന്നെ എഡ്യൂക്കേഷൻ വരും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു നല്ല സാറ്റിസ്ഫാക്ഷനാണ്. കാരണം സൊസൈറ്റിക്ക് വേണ്ടി പിന്നെ വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിസ്ട്രിക്റ്റ് A318A എന്നാണ് അതിനെ പറയുന്നത്. ഈ പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള 160 ക്ലബ്ബുകൾക്കകം ഉണ്ട്. ഇത്ര ക്ലബ്ബുകളുണ്ട്. ഒരു മോർ ദാൻ 5000 മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ ക്ലബ്ബുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും അവർ ചെയ്യണം. എല്ലാ ക്ലബ്ബുകളും എല്ലാം പറ്റുന്നിടത്തോളം ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു കുട്ടിയുടെ കല്യാണം നടത്താൻ പോവുകയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഡിസ്ട്രിക്റ്റ് സെക്രട്ടറിമാരെ എടുക്കും. ഇപ്പം നവരാത്രി ആഘോഷമായാലും നവംബർ 1 ആഘോഷം, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം, ഇങ്ങനെ ഓരോന്നിനും ഓരോ സെക്രട്ടറിമാരെടുക്കും. ഓണത്തിന് ഇവിടെ വെച്ചായിരുന്നു, കൊല്ലത്ത് വെച്ചായിരുന്നു, തങ്കശ്ശേരി ബീച്ചിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിന് ഓരോരുത്തരെ ഏൽപ്പിക്കും. അവരത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം നമ്മളെല്ലാം അതിലെല്ലാം നല്ലതായിട്ട് ഇൻവോൾവ് ചെയ്യാറുണ്ട്. നല്ലൊരു സന്തോഷമാണ് എല്ലാവരുമായിട്ട് കാണുമ്പോഴും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. ഒത്തിരി സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അവർക്ക് കുട്ടികളുടെയാണ് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് അത്. കാരണം നമ്മൾ കുട്ടികളുടെ ശ്രദ്ധിക്കില്ലല്ലോ അവരുടെ സൈറ്റ് അവർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ നടത്തുമ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തെ തുടക്കത്തിലേ കണ്ടുപിടിച്ച് അതിനുള്ള റെമഡി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് ഫ്രീ ആയിട്ട് കണ്ണട കൊടുക്കും. അങ്ങനെ അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. മാഡം BJPയുടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ തുരിതര ഇങ്ങനെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഡം ഭയങ്കര സജീവമായിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ഷനും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം ഇത്രയും വലിയൊരു വിഷയം കേരളത്തിൽ തന്നെ ഇത് ആദ്യമല്ലേ. അത് തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇത്രയും വലിയൊരു വിഷയം നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്രയും വലിയൊരു വിഷയം വന്നിട്ടില്ല. അത് കഷ്ടകാലത്തിന് ഇലക്ഷൻ അടുത്ത് വരുന്നു, അന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? പ്രതികരിച്ച് തന്നെ തീരണം. ഈ കാര്യത്തിന് പ്രതികരിക്കാതെ പിന്നെ എന്ത് കാര്യത്തിനാണ് പ്രതികരിക്കേണ്ടത്? കാരണം അത്ര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ കേരളത്തിൽ നടന്നത്. എല്ലാവരെയും കേരള ജനങ്ങളെ മൊത്തം കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ലേ നടന്നത്. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളത്. പിന്നെ നമ്മളൊരു അക്രമ രാഷ്ട്രീയം അല്ല നടത്തുന്നത്. ഇന്നിപ്പോൾ രാപ്പകൽ ഉപരോധം നടത്തി നമ്മളവിടെ ഒരു അക്രമവും നടത്തുന്നില്ല. എത്രയോ സമരങ്ങൾ ശാന്തമായിട്ടാണ് നടത്തുന്നത്. നമ്മളൊരു വാഹനം ആക്രമിക്കുകയോ ഒരാളെ തടഞ്ഞു നിർത്തുകയോ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു സർക്കാർ ഓഫീസ് വാഹനങ്ങൾ തീയിടുകയോ ടയറഴിച്ച് വിടുകയോ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിനും നിൽക്കുന്നില്ലല്ലോ. നമ്മൾ മനസ്സമാധാനമായിട്ട്. പക്ഷേ നമ്മളിവിടെ ഒരു ശക്തിയാണെന്ന് ഉണ്ട് ചോദിക്കാൻ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്ന് അറിയിക്കണമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇലക്ഷനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇലക്ഷൻ്റെ വഴിക്ക് പോവും. ഇനിയും നമ്മുടെ സമരപരിപാടികൾ ഇങ്ങനെ പോവും. കാരണം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് അവിടെ മെയിനായിട്ട് ഒരു ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസ് അല്ല, BJP ആണ്. അപ്പോൾ ഈ അഴിമതികൾ അത്രയും പുറത്തു കൊണ്ടുവന്നത് BJP ആണ്. കാരണം ജനങ്ങൾ അറിഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്തിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായല്ലോ. ഇപ്പം ആറ്റുകാൽ പൊങ്കാലയുടെ വിഷയം തന്നെ അറിയില്ല. അതുപോലെ ഇത് ഇത്രയും പുറത്തു കൊണ്ടുവന്നത് BJPയുടെ കൗൺസിലർമാർ അത്രയും ശക്തമായിട്ട് അതിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയവും അല്ലെങ്കിൽ മറ്റേതൊരു വിഷയവും നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാഡം, സുരേഷ് ഗോപി സാറ് കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പ് ഇപ്പോൾ ജനങ്ങളോടുള്ള ഒരു അപ്രോച്ച് പൊതുവേ നമ്മൾ മീഡിയയിലൂടെയൊക്കെ കാണുന്നതാണെങ്കിലും അതിന് മുമ്പുള്ള ഒരു അപ്രോച്ചും അതിന് ശേഷമുള്ള അപ്രോച്ചും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജനങ്ങൾക്കിടയിലും അതൊരു സംസാരമായിട്ടുണ്ട്. പാർട്ടിയിലും അത് അങ്ങനെ തന്നെയാണോ? അണികൾക്കിടയിലും അതെങ്ങനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്?
ഇനി ശരിക്കൊരു ഒറ്റ വാക്കിലൊരു മറുപടി പറയുകയാണെങ്കിൽ പെറ്റമ്മ അടിച്ചാലും രണ്ട് വശം ഉണ്ടാവുമെന്ന് പറയൂലേ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അത് വേണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, അതങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ടാവും. കാരണം നമ്മൾ ഏത് പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും ഏത് സംഘടന എടുത്ത് നോക്കിയാലും തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നത് അംഗീകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല. പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും അറിയാവുന്നുള്ളൊരു അദ്ദേഹത്തെ എസ് ജി സാറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹമായിട്ട് ഒരു പ്രോഗ്രാം ഡൽഹിയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ മോനും കൂടി ഉണ്ട് ആ പ്രോഗ്രാമിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ സൗമ്യനായിട്ടും വളരെ ഇതായിട്ടാണ് സംസാരിച്ചത്. പറഞ്ഞു അന്ന് എൻ്റെ മോന് 15 വയസ്സേ ഉള്ളൂ. പറഞ്ഞു 15 വയസ്സിലെ ഇവിടെ ഡൽഹിയിൽ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇലക്ഷനിൽ നിന്നപ്പോൾ എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹമാണ് വന്നത്. പക്ഷേ അപ്പം കണ്ടൊരു മുഖം വേറെ ആയിരുന്നു. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ ഞാൻ എന്തോ ചോദിച്ചപ്പോഴും സാറ് വളരെ എന്തോ ഇതായിട്ടാണ് മറുപടി പറഞ്ഞതെന്ന്. അപ്പം ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എപ്പോഴും പെരുമാറാൻ പറ്റിയെന്ന് വരുന്നില്ല. പിന്നെ ഈ ചോദിക്കുന്നവരോ ചോദ്യങ്ങളൊന്നും നല്ല രീതിയിലല്ലല്ലോ ചോദിക്കുന്നത്. എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലേ ചോദിക്കുന്നത്. ചിലപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം കൊടുക്കുമായിരിക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അത് രണ്ട് പാർട്ടിയിലായാലും പൊതുജനത്തിലായാലും എല്ലാം നമ്മൾ ഏതെടുത്താലും രണ്ടഭിപ്രായമില്ലേ, അത്രയേ ഉള്ളൂ. ഒരാൾക്ക് അവാർഡ് കൊടുത്താൽ അത് അർഹതപ്പെട്ടതാണെന്ന് പറയുന്നവരുണ്ട്. ചെന്തിന് കൊടുത്തു, കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പറയുന്നവർ. നമ്മൾ എന്ത് ചെയ്താലും അതിന് രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളത് കണ്ണടച്ച് വിടുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ്. മേഡം നിരവധി സംഘടനകളുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം, അതായത് ഇത്രയും സംഘടനകളുടെ ഭാഗമാണ് എന്നിൽ കൂടി സ്വന്തമായ ഒരു സംഘടനയും കൂടിയുണ്ട്. ഗൗരി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ കൂടിയുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ചാരിറ്റി, ഇപ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം നടത്തിയത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ്? എനിക്കൊരു 14 വർഷമാകുന്നു ഞാൻ ഈ ഗൗരി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട്. അതിന് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സംഘടനയിൽ വർക്ക് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അന്ന് ഈ റോഡിലൊക്കെ വീണ് കിടക്കുന്ന രോഗികൾക്കും അവിടെ ബെഡില്ലാത്ത രോഗികൾക്ക് അങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ച് അങ്ങനെ അവർക്ക് സഹായം ചെയ്യുന്ന ഒരു രീതിയിൽ ഞങ്ങളൊരു സംഘടന പ്രവർത്തിച്ചിരുന്നു. ഞാൻ അതിൻ്റെ മെമ്പർ മാത്രമായിരുന്നു, എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. അപ്പം ഞാൻ അന്ന്, അതായത് ഒരു 16 വർഷമാവും, അന്ന് എല്ലാവരുടെയും എല്ലാം പിരിച്ചു കൊടുക്കും. 100 രൂപ ഒരു 10 പേരുടെ 15 പേരുടെ ഞാൻ പിരിച്ച് എന്നതും കൂടെ ഇട്ട് ഞാൻ അവർക്ക് ആ ഷെയർ നൽകാറുണ്ട്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് നോക്കാറില്ല. അവർ വിളിക്കുന്ന എല്ലാ സഹായത്തിനും ഞാൻ പോവും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കിതിലൊരു എന്തോ അപാകത തോന്നി ഈ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ എനിക്കതൊരു വളരെ ദുഃഖകരമായൊരു കാര്യമാണ് ഞാൻ അറിയാനിടയായത്. അപ്പോൾ ഞാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ ഒരു 4-5 വർഷത്തിന് ശേഷം സ്വന്തമായിട്ട് ചെറിയ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തുടങ്ങിയതായിട്ടൊക്കെ അറിഞ്ഞു. എന്നെ വിളക്ക് കളിക്കാനും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ചെറിയ അന്വേഷണമായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞത് നമ്മൾ പലരും ഇങ്ങനെ ചെയ്യുന്ന കാശ് യഥാർത്ഥ കരങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളൊരു സംഗതി എനിക്ക് അറിയാനിടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം എൻ്റെ അമ്മുമ്മയിൽ നിന്നാണ് ഞാൻ ആ ഒരു മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അത് കൊടുക്കണം എന്ന് ഞാൻ ശരിക്കും പഠിക്കുന്നത് എൻ്റെ അമ്മുമ്മയെ കണ്ടാണ് പഠിക്കുന്നത്. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പം ഞങ്ങൾ എന്നും ഉച്ചയ്ക്ക് കുറേ പേര് അമ്മമ്മയെ കാണാൻ വരും ഭക്ഷണം കഴിക്കാനോ. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടേ അമ്മമ്മ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ട് ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാനും അതിലോട്ട് തന്നെയാണ് പതിയെ വന്നത്. പിന്നെ കുറേ നാൾ പുറത്തായിരുന്നത് കൊണ്ട് കൂടുതൽ ഇവിടെ ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് കാരണം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു കുടക്കീഴിൽ തന്നെ അത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് വെച്ച് തുടങ്ങി. പക്ഷേ എനിക്ക് ഇന്ന് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും,
ആരെങ്കിലും ചോദിക്കുമ്പോഴെല്ലാം ഞാനിത് ചെയ്ത് കൊടുക്കുക. എല്ലാം ഉണ്ട്, പാൻ കാർഡുണ്ട്, ബാങ്ക് അക്കൗണ്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അതിൽ നിന്ന് പിരിവെടുക്കാറില്ല. എനിക്ക് എന്തുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഞങ്ങൾ കുറച്ച് 10-30 പേര് അതൊരു ചെറിയ കൂട്ടായ്മ പോലെ തുടങ്ങി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ ആ ഗ്രൂപ്പിൽ പറ്റുന്നവർ 100 ആണെങ്കിൽ 100, 50 ആണെങ്കിൽ 50, 500 ആണെങ്കിൽ 500, അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും അത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ആരോടും ചോദിക്കാതെ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ള സംഘടനകൾക്ക് വേണ്ടി പോകാറുണ്ട്. ഇപ്പോൾ ചില പത്രക്കാരൊക്കെ എന്നോട് പറയും, ചേച്ചി ഭയങ്കര ഫൂളാണെന്ന് പറയും. കാരണം മറ്റുള്ള സംഘടനകൾക്ക് വേണ്ടി ഇത്രയും സമയവും സാമ്പത്തികവും ചിലവഴിച്ചിട്ട് സ്വന്തം ഫൗണ്ടേഷൻ ഇങ്ങനെ തന്നെ നിർത്തുന്നത് ഒരു മണ്ടത്തനമാണെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എല്ലാ സംഘടനയിലും 1, 2, 3 പേര് നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരായിരിക്കും. അപ്പം അതുകൊണ്ട് അത് വിട്ടു വരാൻ പറ്റാറില്ല. പറഞ്ഞു എനിക്ക് പോകുന്നിടത്തോളം ഇങ്ങനെ പോകട്ടെ. കാരണം ഇത് ശരിക്കും നോക്കിയെടുത്ത് കഴിഞ്ഞാലേ അവർ പറയുന്ന അതാണ്, ചേച്ചിക്ക് ഇതിനേക്കാളും ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പുറത്തുനിന്ന് നല്ല ഫണ്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കതിൽ അത്രയും കുറച്ചുകൂടെ ആൾക്കാരെ സഹായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള രീതിയിൽ ചേച്ചി പോകണം, ഇതിന് പബ്ലിസിറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് ഞാൻ എന്തെങ്കിലും FBയിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും പുറത്തറിയിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞാനെല്ലാം ചെയ്യുന്നതൊക്കെ FBയിൽ ഇടാറുണ്ട്. എന്നാൽ എല്ലാ സംഘടനയിലും എന്താവശ്യം വന്നാലും ഞാനത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. കാര്യങ്ങളുടെ അംഗമാണല്ലോ, കുറേ ചെയ്യാറുണ്ട്. എല്ലാവരും ചോദിക്കും അത് എന്താണ് അതിന് വേണ്ടി മാത്രം നിൽക്കാത്തതെന്ന്. പക്ഷെ എനിക്ക് എല്ലാ സൗഹൃദങ്ങളും എനിക്ക് വലുതാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ് മാം. അപ്പം ഇത്തവണ BJPക്ക് തിരുവനന്തപുരവും പാലക്കാടും പ്രതീക്ഷയുള്ള ഒരു ഏരിയയും കൂടെയാണ്. തീർച്ചയായിട്ടും ഇത്തവണ മേഡത്തെ മത്സരരംഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ? എൻ്റെ കയ്യിലല്ല, കാരണം അല്ല, കണ്ണമ്മൂലയാണ് എൻ്റെ വാർഡ്. അവിടെ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് എൻ്റെ പേര് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, കാരണം വേറെ ആഗ്രഹമുള്ളവർ ഉള്ളത് കൊണ്ട് നമ്മളത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ പാർട്ടി നിർബന്ധിച്ച് ഇനിയിപ്പം വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഞാൻ മത്സരിച്ചേക്കും. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന്. കാരണം അതിൽ ഉന്നതങ്ങളിലെ ആൾക്കാരുണ്ട് തീരുമാനിക്കാൻ. അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാധിക്കില്ലേ എന്നൊരു ചിന്തയും ഇടയ്ക്ക് ചിലപ്പോൾ. അത് ഗുണകരമായി വരാനല്ലേ സാധ്യത. അപ്പം ഇതേപോലെ പറഞ്ഞു കേട്ടോ, എന്നോട് ഈ പാർട്ടി നിൽക്കുന്നവരെന്നെ പറഞ്ഞു, ചേച്ചി അങ്ങനെ ചിന്തിക്കേണ്ട, കാരണം അത് ചേച്ചിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു അവസരം വരും. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം കൊണ്ടൊരു എന്തെങ്കിലും നമുക്ക് ആ ഒരു കയ്യൊപ്പ് ഇവിടെ ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ്. ഇതേ ഇത് ഇന്ന് തന്നെ ഒരാൾ എന്നോട് സംസാരിച്ചു ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം എനിക്കിങ്ങനെ കുറച്ച് ഫ്രീഡം വേണം. ഫ്രീഡം അല്ല, മറ്റുള്ള സംഘടനകളിൽ അത്രയും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ടൊക്കെ അത് ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ. ദിവസം ഒരു 5-6 പരിപാടി ദിവസം ഉണ്ടാവും. ഇതെങ്ങനെയാ ഇതെല്ലാം കൂടി ഇതിനെല്ലാത്തിനോട് സമയം കണ്ടെത്തുന്നത് എങ്ങനെയാ? അതെനിക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരു കാര്യം. എങ്ങനെയൊക്കെയോ അങ്ങ് ഓടും. പക്ഷെ ഞാൻ ഒന്നും മാറ്റി വയ്ക്കില്ല. എന്നെ ആരെന്ത് വിളിച്ചാലും ഞാനതിന് സമയം. ഇപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോഴും ഞാനിവിടെ ക്ഷീണിച്ചിവിടെ കിടക്കുകയായിരുന്നു പോയിട്ട് വന്നിട്ട്. എന്തായാലും പെട്ടെന്ന് പോയി. ഇതുപോലെ ഇപ്പം വേറെ സംഘടനയുടെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ ഞാൻ ഉടനെ പോവും. ഞാൻ നോ പറയില്ല. എത്ര എനിക്ക് ക്ഷീണം തോന്നിയാലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മാറ്റി വെച്ചിട്ട് പോവും. നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അത്ര സിൻസിയറായിട്ട് എന്ത് ചെയ്താലും നമ്മൾ അതിനോടുള്ളൊരു കൂറ് പുലർത്തണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം അങ്ങനെ. അങ്ങനെയുള്ളവരാണല്ലോ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതും. മകൻ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുട്ടിക്കാലം മുതലേ അല്ലെങ്കിൽ ഇതിനോടൊരു അഭിരുചി ഉണ്ടായിരുന്ന ആളാണോ? നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതേന്ന് തന്നെയാണ്. എന്നാലും മാഡം പറയും. തീർച്ചയായിട്ടും
എനിക്ക് ഡാൻസ്, പാട്ട്, അഭിനയം അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള മേഖലകളായിരുന്നു അതെല്ലാം. പക്ഷെ അന്നത്തെ സാഹചര്യം നമ്മളെ അതിലോട്ട് അനുവദിച്ചില്ല. എന്നെ വിളിച്ചിട്ടുണ്ട്, ഫിലിമിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴില്ല, വളരെ വർഷങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനിൽ ഞാൻ സജീവമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അതായത് 94, 95 ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ എന്നെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ വരാൻ. നല്ല മണ്ണാർക്കായം ബേബി സാറായിരുന്നു ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ അന്നത്തെ ആത്മാവെന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കിങ്ങനെ അഭിനയിക്കാൻ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ എല്ലാ പ്രോഗ്രാമിലും സജീവമായിരുന്നു. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഒരുപ്പെട്ട എനിക്ക് തോന്നുന്നു കുറേ സ്റ്റാർസൊക്കെ ഇവിടെ വന്ന് ഇവിടെ മോനുമായിട്ടൊക്കെ പ്രാക്ടീസ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാവ്യ മാധവൻ വന്നിട്ടുണ്ട് ഇവിടെ, ഗീതു മോഹൻദാസ്, പിന്നെ പൂർണിമയുടെ അനിയത്തി നവ്യ, ഒരുപ്പെട്ട എല്ലാവരും ഇവിടെ മോൻ്റെ കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും വന്നു. അപ്പം അങ്ങനെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നോടിങ്ങനെ ചോദിച്ചു. പക്ഷേ സാറ് എന്നോട് പോലും ചോദിക്കാതെ അവരോട് പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡോക്യുമെൻ്ററി മാധവക്കുട്ടി മാഡത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തപ്പോഴും ഇതുപോലെ എന്നോട് ചോദിച്ചായിരുന്നു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു വേണ്ട. ഇനി പക്ഷെ അങ്ങനെ ഒരു അവസരം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ വിളിച്ചാൽ ഞാൻ പോകും. അപ്രീസിയേഷൻ മാഡത്തിന് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചേട്ടാ ഇനി ഞാൻ വിളിച്ചാൽ ഞാൻ ഇടയ്ക്കൊരു ചെറിയൊരു വന്നായിരുന്നു ഈ ടെലിഫിലിം കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഒരു ലെക്ചറായിട്ട്. പക്ഷെ എനിക്ക് 2-3 അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കാരണം പോകാൻ പറ്റിയില്ല. നിരവധി പുരസ്കാരങ്ങളും മാഡത്തെ തേടി. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ചുറ്റും എല്ലാം പുരസ്കാരം വെക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് മാം, ഏതൊക്കെ മേഖലകളിലാണ് മാഡത്തിന് ഇത് കിട്ടിയിട്ടുള്ളത്? ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലയൺസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ആ വർഷം 2022-23 ആ സമയത്ത് ഇത്രയും ഇതിൽ ഞങ്ങളുടെ ബെസ്റ്റ് ലേഡി പ്രസിഡൻ്റായിട്ട് കിട്ടിയിരുന്നു. അതെനിക്കൊരു വലിയൊരു കാര്യമായിരുന്നു. കാരണം 2-3 ലേഡീസാണ്, ബാക്കിയെല്ലാം പുരുഷന്മാരാണ്. അപ്പം അങ്ങനെ ബെസ്റ്റ് പ്രസിഡൻറ്റിന് കിട്ടിയത് എറണാകുളത്ത് വെച്ചായിരുന്നു, ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു ആ അവാർഡ്. പിന്നെ വുമൺ ഐക്കൺ ഓഫ് ദ ഇയർ അത് ലയൺസിൻ്റെ ഒന്ന് കിട്ടിയതാണ്. കാരണം അവിടെ നല്ല നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് അംഗീകാരമാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സംഘടനകളും എന്നെ ഇപ്പം 2 ദിവസം മുമ്പ് വയലാർ സാംസ്കാരിക വേദിയുടെ 10-16 വർഷമായിട്ട് ഞാൻ അതിൻ്റെ സഹയാത്രികയാണ്. അപ്പോൾ ശ്രീധരൻപിള്ള സാറാണ് ഒരു അംഗീകാരം തന്നത്. ഈ അങ്ങനെ മിക്കവാറും എല്ലാ സംഘടനകളിൽ നിന്നും എനിക്ക് എഴുത്തിനും പിന്നെ ഈ ഫിലിമിന് തന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. ഫിലിമിന് തന്നെ കുറേ പിന്നെ സോഷ്യൽ ആക്ടിവിറ്റി സാമൂഹ്യ പ്രവർത്തനത്തിന് എനിക്ക് പല തപസ്യയുടെ അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപ്പെട്ട എല്ലാ മന്ത്രിമാരുടെ നിന്നും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നേ പറയാൻ പറ്റുള്ളൂ. മകൻ കലാപ്രതിഭയായപ്പോൾ രാഷ്ട്രപതിയുടെ അടുത്ത് വരെ എത്താൻ സാധിച്ചു. മാഡം ഇതാ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു. മാഡത്തിന് ഇതിൽ കലയോടാണോ രാഷ്ട്രീയത്തോടാണോ ഏതിനോടാണോ ഒരു കൂടുതൽ? കൂടുതൽ കലയോടാണ്. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കലയാണ് എനിക്ക് ഉള്ളിലെപ്പോഴും എനിക്കത് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹവും ഇതുവരെ ആയിട്ടില്ല. ഇനി എന്ത് എവിടെയെന്നൊന്നും എനിക്കറിയില്ല. കലയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. കൊച്ചുമക്കളിലൂടെ തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറയുന്ന ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എല്ലാവരും എന്നോടും പറയാറുണ്ട് ദൈവം ഇത്രയും അനുഗ്രഹിച്ച ഒരു. കാരണം എൻ്റെ കൊച്ചുമക്കൾ, എനിക്ക് വന്ന മരുമകള്, മകള്, കൊച്ചുമകൻ, മോൻ്റെ മകള് എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ കലയിൽ ഒന്നിലും രണ്ടിലും അല്ല മിക്കവാറും നല്ല രീതിയിൽ വരുന്ന ആ ഒരു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണത്. എൻ്റെ കൊച്ചുമാൻ തന്നെ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചില്ലേ,
അവന് ഒരുപാട് പുരസ്കാരങ്ങളും അവനും ഇത് ഞങ്ങളുടെ വീട്ടിൽ പക്ഷെ ആരും പ്രസംഗത്തിന് അത്ര ഇതായിരുന്നില്ല. ഞാൻ അത്യാവശ്യം പറയും എന്നുള്ളതല്ലാതെ അതിലൊരു പ്രാവീണ്യമൊന്നും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് തനിയെ പഠിച്ചതാണ്. അല്ലാതെ ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ പേടിക്കാതെ പറയും, അത്രയേ ഉള്ളൂ. അല്ല ഞാനതിലൊരു അല്ല. പക്ഷേ മോനും ഒന്നും അങ്ങല്ല. പക്ഷേ കൊച്ചുമോൻ ഭയങ്കര ഇതാണ് പ്രസംഗത്തിൽ. അവൻ എവിടെ പോയാലും സീനിയർ കുട്ടികളുണ്ടെങ്കിലും അവരെല്ലാം കടത്തി വെട്ടി അവൻ 1ാം സ്ഥാനത്തെത്തും. ലാലേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരു പരസ്യത്തിലും അഭിനയിച്ചു. അഭിനയിച്ചു. കാരണം അവനിപ്പോൾ ഒത്തിരി വേദികളും അബുദാബിയിലും അവിടെ മിക്കവാറും എല്ലാ ഫങ്ഷനും ഒക്കെ അവനെ വിളിക്കാറുണ്ട്. അതുപോലെ പഠിക്കുകയും ചെയ്യും. അതുപോലെ പഠിക്കും. മേഡത്തിന് സോഷ്യൽ വർക്കിൽ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യോ? അതിനൊരു പത്രക്കാരാണ് ആദ്യമായിട്ട് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ എവിടുന്നോ 2 ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അത് അവർക്ക് ഈ എഴുതുന്ന മേഖലയിലും സാഹിത്യ മേഖലയിലും അതായത് ചാരിറ്റി ചെയ്യുന്ന ഒരു കാരുണ്യ മേഖലയിലും 2ലും ഒരുപോലെ നിൽക്കുന്ന ഒരാളെ വേണമെന്നിങ്ങനെ അവർ 2 പത്രത്തിലുള്ള 2 പേരാണ് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്. വന്നിട്ട് അവരിവിടെ എൻ്റെ വർഷങ്ങൾക്ക് കൊണ്ട് അതായത് 94-92 മുതലുള്ള എൻ്റെ എല്ലാ പേപ്പേഴ്സും ഫോട്ടോസ്, എന്നാൽ ഞാൻ ഫോട്ടോസ് എല്ലാം ആൽബത്തിൽ വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെന്തോ നല്ല ബുദ്ധി തോന്നി ചെയ്തതാണ്. ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം വന്നവർ ഫോട്ടോ എടുത്തു പോയി. പിന്നെ എൻ്റെ 2 ബുക്കും കൊണ്ടാണ് പോയത്. 3 ബുക്ക് 3 പുസ്തകം എല്ലാം കൊണ്ടാണ്. പിന്നെ എൻ്റെ ലേഖനങ്ങളുണ്ടായിരുന്നു, ചെറുകഥകളുണ്ട്. എല്ലാത്തിനും ഒരു കോപ്പി എടുത്ത് അവർ ഫയൽ ഇതാക്കി കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരെനിക്ക് മെയിൽ അയക്കുന്നത്. ഇങ്ങനെ ഒരു 2ലും ആ ഒരു ഉള്ളത്. പിന്നെ ഈ നോവലിനെ കുറിച്ചൊരു നല്ല അഭിപ്രായമാണ് അവിടെ തന്ന സ്ഥലത്ത് പറഞ്ഞതിന്. നോവലിനെ കുറിച്ച് വളരെ നല്ലൊരു അവിടുത്തെ ഒരു 100 ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചെന്നൈയിൽ. അപ്പോൾ അവർ ആ ബുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. അപ്പം അതെനിക്കൊരു സന്തോഷമായിരുന്നു. അപ്പുവിൻ്റെ ഒഴിവുകാലത്തിലെ അമ്മൂമ്മയായി വന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഒരിടം പിടിച്ച ആളാണ്. ഇനി അതേപോലെ നിരവധി സിനിമകളിലും ഞങ്ങൾ പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ കയ്യൊപ്പ് പതിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി മാഡം.